ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇവിടെ പാടിയ തന്നെ പാടാൻ പോകുന്നു. അതിൻ്റെ അർത്ഥം വിശദീകരിക്കാൻ വേണ്ടിയാണ് ഒന്നുകൂടി ഇത് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. അക്കാനെ കോനമറാൽ മക്കാവു വിട്ടു നബി പക്കാഹ മദീന തണവായി അറേതുയർത്തിടുക ഈരാറ് ഒത്ത് ഷഹർ ബറാൽ പൊറുത്ത പിറകെ തക്കോവർ ഹാമിദരും മിക്കോർ സഹാബികളും ഒക്കായിരിക്കുമ്പോൾ അതിൽ ജസൂസൊരുത്തം വരയാസീൻ നബിക്കൊരു വിശേഷം വിരുത്തി പൊരുളാൽ അള്ളാഹുവിന്റെ റസൂല് മക്കത്ത് ഹിജ്റ പോന്നിട്ട് 12 മാസം കഴിഞ്ഞു. 12 മാസം കഴിഞ്ഞിട്ട് മദീനത്തിരിക്കുമ്പോൾ സഹാബികളോടൊത്തിച്ചിട്ട് ഇരിക്കുമ്പോൾ ഒരു ദൂതൻ വരികയാണ് മക്കത്തുനിന്ന്. എന്തിനാ വരുന്നതെന്നറിയോ? അബു സുഫയാൻ നിങ്ങളുടെ മുതലെല്ലാം കൊണ്ട് ഇതാ ഷാമിലേക്ക് കച്ചവടത്തിന് പോകുന്നുണ്ട്, ബദറിൽ വന്ന് ചേരും, അതുകൂടിയാണ് വരിക. അതിനു വേണ്ടി ഞാൻ പറയാൻ വന്നതാണ്. അതാണ് ഇവിടെ വൈദ്യര് പറയുന്നത്. ബക്കാര സാവർ ബൈറു കാക്ക എറിയ ചരക്കാടൈ പൊന്നും ചുമയായി വാരുന്നു വാതിർ ബദർ ചേരുന്നവറുകൾ തിഹാം ഊരിന്നൊരുങ്കി ഹറജാം. തിഹാം എന്ന് പറഞ്ഞാൽ മക്കത്തുനിന്ന് അവർ ഒരുങ്ങിയിട്ടുണ്ട്. അവർ ഈ ബദർ വഴിക്കാണ് വരിക. നിങ്ങളെല്ലാം ഇട്ട് പോന്ന മുതലും സ്വത്തും നിങ്ങളുടെ സംഭവങ്ങളെല്ലാം കൂട്ടി ഒരുമിച്ച് അവർ ഷാമിലേക്ക് പുറപ്പെടുകയാണ്. അതാണ് പറയുന്നത്, ബാരുന്ന് ബാതിർ ബദർ ചേരുന്നവറുകൾ തിഹാം ഊരിന്നൊരുങ്കി ഹറജാം. നിക്കാതെ ഷാമും കറി യശ്വാനും സവദാകർ ലാമും ഒരുമീ എന്ന് പറഞ്ഞാൽ അവര് 75 ആളുകളും അതിനുള്ള സാധനങ്ങളും സ്വർണം എല്ലാ സാധനങ്ങളും നിങ്ങളെ സാധനങ്ങളായിട്ട് വിൽക്കാൻ പോവുകയാണ്. പാറവർക്കിടവ അബു സുഫയാനതെന്ത് കുലയായി ഒരിതരിത്തിനബി അരികോരും മുട്ടനിടനെ തരമാൽ പുറപ്പെടലായി. അവരുടെ സാധനം കൊണ്ടല്ലേ വരുന്നത്. അത് എടുക്കണമെന്നും പറഞ്ഞിട്ട് അത് പിടിക്കണമെന്നും പറഞ്ഞിട്ട് നബിയും സഹാബാക്കളും ഒരുങ്ങി. ഒറ്റക്കാബിർ മുതൽ പറ്റിപ്പറി പതിൽ മുറ്റിത്തിരുകി നടയായി. അരിമാൻ നബി സഹാബും വരുന്നുണ്ടെന്നറിന്തവർകൾ അരികണ്ട വേട്ടപടി പോൽ ആയി കടന്തുടവെ പോയി കടந்த ബദർമായ കുലങ്ങൾ ക്ഷണമാൽ തരമക്കഥാ വിവരം ധരിത്തുദാഹനരി തിരികെ സഹാബു റജായി. ഇവര് വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ, മദീനക്കാർ വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് വേറെ കുളുക്കുവായി കയറി പെട്ടെന്ന് അരികണ്ട വേട്ടപ്പെടുന്ന പെട്ടെന്ന് കടന്ന് ഷാമിലേക്ക് കടന്നുപോയി. വിവരം ധരിച്ച് സാബും റസൂലും പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് തിരിച്ചു പോന്നു. അവിടുന്ന് തിരിച്ചു പോന്നിട്ട് പിന്നെ അവിടെ ഇരിപ്പായിട്ട് ഇവർ പോയില്ലേ. ഇവരെത്രയെണ്ണമ്പോ അവർ കടന്ന് ഷാമിലെത്തി. ഷാം എന്ന് പറയുന്ന സ്ഥലം എവിടെയെന്നറിയോ? അറിയില്ല. അതാണ് ഇപ്പോഴത്തെ
കാസ. അതാണ് കാസയിൽ അടിയിൽ സ്വർണ്ണമുണ്ട്, ഓയിലും ഉണ്ട്. അതാണ് പിടുത്തം വിടാതെ നടക്കുന്നവർ. അത് ഞങ്ങൾ അവരെ പറിക്കും, അവരെടുത്ത് പറിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. ഏറ്റവും കൂടുതൽ ഓയിലും സ്വർണ്ണമുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ കാസയിൽ. അതാണ് ഇവർ അവിടുന്ന് പിടുത്തം വിടാതെ നടക്കുന്നത്. ദൈവത്തലത്തണവിൽ ഹൈറാളിരിക്കുമെനി കതറാബി ചപ്പി വിടലായി. ഇനി കവിയാണ് പറയുന്നത്. തെരിവാലെതിർത്തുരവും ഉരമാൽ കുതിത്ത് പടി നാമക്കാബറുകളും കേമിത്ത് നൂക്കുകളും ഷാമുക്ക് ചേർന്ന് സറഫായി. ഷാമിൽ ചേർന്നു, ഷാമിലെത്തി അവര്. അങ്ങനെ എല്ലാ സാധനങ്ങളും അവിടെ അഴിച്ചു വിൽക്കുകയാണ്. മക്കത്തെ സാധനങ്ങൾക്ക് ഭയങ്കര പ്രിയം, ഭയങ്കര ഇതുള്ളൊരു മുൻഗണനയുള്ള സാധനമാണ് മക്കത്തെ സാധനങ്ങൾക്ക്. മക്കത്തക്കാർ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ഈ സാധനങ്ങൾ അവിടെ വിറ്റുപോകും. സച്ചായ താജിറുകളിൽ കച്ചവടം ആടിമിക മെച്ചായ ലാഭമുളവായി. തുറമക്കതിക്കിലതർ പ്രിയ ചരക്കുകളും അതിവുറ്റെടുത്ത് ഒഴിയായി. സ്വർണം മുൻകിട്ടിയതിൽ ഉരയുന്ന മട്ടത് പൊന്നും കിട്ടിയ. അതായത് അവിടുത്തെ ചരക്കുകളെല്ലാം പെട്ടെന്ന് കഴിഞ്ഞും മക്കത്തേക്കുള്ള പുതിയ പ്രിയങ്കരമായ കാണാൻ കൊള്ളും പുതിയ ചരക്കുകളും ഭയങ്കര പ്രിയം ഉള്ള ചരക്കുകളുമായിട്ട് സ്വർണം കുറേ കിട്ടിയവർക്ക് 50,000 സ്വർണ്ണമായിട്ട് കിട്ടി. അതും കൊണ്ട് മടങ്ങാണ് അവർ, മക്കത്തേക്ക് തിരിക്കുകയാണ്. അതാണ് നിറവേ അമേലിയാനടിൽ പുറം ഏറ്റി കാപിലുകൾ ഹറജും തിയാങ്കൊള്ളവേ. എന്ന് പറഞ്ഞാൽ മക്കത്തെ സിറ്റിയാണ് അവരുടെ അന്നത്തെ. നിതമാൽ വെരിപ്പമിലും അതതാൽ ചുരക്കുമിലും പതി ഷാമുമ്പിടാ സ്വൈറായി. ഷാമ് വിട്ടു അവരവിടുന്ന് പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എന്താണ്ടായത്, റസൂലിന് ജിബ്രീൽ മുഖാന്തരം അറിയിച്ചു കൊടുക്കുന്ന സുർആൽ വരുമ്പോൾ അതിൽ ഇറയോനരുൾക്ക് കഥ റസൂൽ നബിക്ക് മൊളിവായി. സ്വലർഗോൺ മലക്കുടനെ കുരിപാടും ഹക്കുടയെ തിരുദൂതർ മുമ്പിലണയവായി. നബിക്ക് ജിബ്രീലിനെ വിട്ട് അറിയിച്ചു കൊടുക്കുകയാണ്. അതാണ് മലക്കൂടനെ ഒരു വാളും കൊണ്ടാണ് വരുന്നത്, വെറുതെ അല്ല വരുന്നത്, ഒരു വാളും കൊടുത്തിട്ടാണ് വരുന്നത്. അവരെല്ലാം അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഷാമെന്ന് നിങ്ങൾക്ക് അവരെ പിടിക്കാമെന്നും പറഞ്ഞിട്ട് ജിബ്രീൽ വന്ന് ഓർഡർ കൊടുക്കുകയാണ്. അള്ളാഹുടെ ഓർഡറാണ്. എന്നിട്ട് അവിടുന്ന് അണമാക്കി റൂഹിൽ ആമീൻ തൻ മൊഴിയാം അമ്പമ്പുകന്തയ ഖൈറുൽ ബാറായ. തുണയാറാബ് സൂഫയാനും ബായിറ ചുമകളും ഷാമിന്ന് വരുന്ന് സൈറ. തനിയോനാരു തങ്ങൾ താമും സഹാബാർ തരുന്നാലിലേഹിം സുർഗത്തിൽ പോവാൻ. മൂപ്പര് ജിബ്രീൽ ഇതും പറഞ്ഞിട്ടാണ് പോയി. അബൂ സുഫിയാനും മൃഗങ്ങളും സാധനങ്ങളും ചുമട്ടും ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സഹാബത്തിനും സ്വർഗത്തിൽ പോകാനുള്ളൊരു അവസരമാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറയുകയാണ്. ജിബ്രീൽ വന്നു.
അതാണ് പറഞ്ഞത്. തലതാളിയിലെയും സുഹൃത്തില് പോവാം കണി ചെയ്യും ദാവേകൾ കൂറി ഊസൽ അംലാക്ക് ഊഷർന്തണ്ടേറി. മലക്കങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ട് ഉച്ചർന്നിട്ട് മൂപ്പരാട് പറന്നുപോയി. പിന്നെ ബാക്കിയുള്ളത് ചെയ്തോളണം. സുഹൃത്താൽ പോകാൻ ജീവിതാവര് എറിയ പോദാസ് ഹാബേരിലൊത്ത് എകന്നമറ് കേട്ട് അടവേ മുതിർത്ത് അറൈ തണിക്കും നബിയും ഒരുങ്ങി ഹസീന്തളിന്തലി കോരിൽ മൊരുങ്ങി. ഖുറാൻ ഉളർന്നേ സഹാബാക്കൾ കന്നം കൊല്ലും റസൂലുകൾ ഒരുമിത്ത എണ്ണം. അപ്പൊ ഇവര് ഒരുങ്ങാണ്. ഇനി ഓർഡർ കിട്ടിയില്ലേ, ഇനിയിപ്പോൾ അവര് ബദറിലേക്ക് പുറപ്പെടുകയാണ്. റസൂലും സഹാബത്തും മുഹാജിറുകളെ കാരണം കൂടുതലും അൻസാരികളാണ് അവിടെ അതിൽ കൂടുതലുള്ളത്. മുഹാജിറുകൾ വെച്ചാൽ മക്കാർ കുറച്ചല്ലോ, ഒരു പിന്നാലെ പോയാൽ കുറച്ചുള്ളൂ, ബാക്കിയൊക്കെ മദീനക്കാരാണ്. അൻസാരികൾ രണ്ട് വിഭാഗക്കാരുണ്ട്, രണ്ട് വിഭാഗം ആൾക്കാരുണ്ട്. അവർ രണ്ട് വിഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കബീലക്കാർ. മാറാതവറുകൾ മുഹാജിറുകൾ ആഹാ മറ്റാകെ അൻസാറുകൾ ആകും കസ്മഹ. അരികോൾ അൻസാരി രണ്ട് കിളക്കാർ ഔസി വ അസ്റജി എന്തെന്നുമിക്കോ. ഔസി വ ഹസ്റജി എന്ന് പറഞ്ഞാൽ രണ്ട് വിഭാഗം, രണ്ടിനും ഓരോ തലവന്മാരൊക്കെ ഉണ്ട് കേട്ടോ, ഒരു ഷെയ്ക്കുണ്ടായിരുന്നു. എന്നിട്ടിത് കൂട്ടി നോക്കുമ്പോൾ എത്ര കിട്ടുന്നുണ്ട്, ഇതൊക്കെ കൂട്ടി നോക്കുമ്പോൾ ഒരു ആകെ 310 മുണ്ടേ ഉന്താനുറവായ കൗലാലിത് കൊണ്ടേ. ആകെ അവിടെ എണ്ണി നോക്കുമ്പോൾ 310 കിട്ടിയോ. ചെറിയ ആൾക്കാർ മദീനക്കാരും ഇവരെല്ലാം മക്കക്കാരും എല്ലാവരും കൂടി നോക്കുമ്പോൾ കരുപോരിൽ മുണ്ട് മുഹാജിറുകളെയും കരുത്തോറ്റോർ 5 അൻസാരികളെയും നിറവത്തുളർന്നേ സമൂഹം സഹാബിൽ നിന്റെ 8 പേരാ ഒളിത്തോരോ സബബിൽ. അങ്ങനെ മക്കക്കാരെ 3 ആളെ പിടിച്ചു. ഇതൊന്നും എല്ലാവരും മാറ്റി നിർത്തി. 5 അൻസാരി മദീനക്കാരി മാറ്റി നിർത്തി ഈ സമൂഹത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. ഇവരെ 8 ആളെ മാറ്റി നിർത്തി. ഉളർന്ന സമൂഹം സഹാബിൽ നിന്റെ 8 പേരാമ്പൊഴിത്തോരോ സബബിൽ. അതാണ് മകൾ റൂക്കിയത്ത് ബീവിക്കന്നാൽ ദീനം ആമേ മികത്ത്. ആ സമയത്താണ് റസൂലിൻ്റെ മോള് റുക്കിയ ബീബിക്ക് കരസ്ഥരായ രോഗം വരികയാണ്. രോഗം വന്നപ്പോൾ പറഞ്ഞു നൂറൈനിയോർ ഭർത്താവിന് പറഞ്ഞു, നിങ്ങളും അവിടെയും കാത്തിട്ട്, ഉസ്മാൻ ലഫാനാണ് ഭർത്താവിന് പറഞ്ഞു, നിങ്ങൾ അവരെയും കൂത്തിയിട്ട് സുഖമായിട്ട് വീട്ടിൽ ചെന്ന് ചേരാൻ പറയാണ്. വാരിത്ത് മൂലം നൂറൈനിയോരാം പാർപ്പിത്ത് മിന്ന മനാതന്നിൽ ചേരാം. അപ്പം ഇതിൽ 8-9 ഭാഷ വരുന്നുണ്ട്. മന എന്ന് പറഞ്ഞാൽ വീടാണ് കേട്ടോ. എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞില്ല. പാർപ്പിത്ത് മിന്നാം, പാർപ്പിച്ച് നിങ്ങൾ വീട്ടിൽ പോയിക്കോളും, മനയിൽ ചേരാൻ പറയാണ്. പെരുറ്റ സഹദോരും തൽഹത്തും 2 രസാങ്കൊള്ളേ പോയി മുമ്പാരുൾ കൊണ്ടേ. അങ്ങനെ 2 ആള് ഷാമിൽ കിടന്നപ്പോൾ 2 ആളെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. ആരാണ്? സഹദും തൽഹത്തും അവരെ മുമ്പ് അവരോട് പോയിട്ട് ഇവരുടെ വഴി അറിഞ്ഞ് ബദറിലേക്ക് എത്താനാണ് പറഞ്ഞിരിക്കുന്നത്. പേർഷാങ്കൊള്ളെ പോയി അവിടെ വരുന്ന വഴി അറിയാനും വരുന്ന താജറുകൾ ചേരി അറിந்து ബന്ദ് ബദർ ചേരും മുൻപോർ കഴിയുന്നത്.
ചിന്തില്ല പോലവർക്ക് അണയുവാനേ ഹംസാബിൻ അൻസാരിയ കേളിൽ താനേ. അപ്പോൾ അവർക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അവർ ബദറിൻ്റെ കൂലി അവർക്കുണ്ട്, ബദറിൽ പങ്കെടുത്തതിൻ്റെ കൂലിയുണ്ട്. എന്നിട്ട് ഒരാളെ ഇവിടെ നിർത്തുകയാണ്, റസൂലിൻ്റെ വീട് കാക്കാൻ വേണ്ടി ഒരാളെ നിർത്തും. കഷിയോടെ യാസി ബലും പേരെ വെയ്ത്ത് കാപാന ബത്തോട് ഉരയ്ത്ത്. അബൂലുബാബത്തിനോട് പറഞ്ഞു വീട് കാക്കാം. അപ്പോൾ യുദ്ധത്തിൽ പോകുന്ന എല്ലാ ആനുകൂല്യങ്ങളും അതിൽ നിന്ന് കിട്ടുന്ന മുതലും എല്ലാം ഇവർക്കെല്ലാം ഒരുമിച്ചാണ് പങ്കുവെക്കുക. അതാണ് പറഞ്ഞത് ബെയ്ത്ത് കാക്കാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുബ്ബ പള്ളിയിൽ ഒരു ഒട്ടകത്തിനെ നേർച്ചയാക്കിയിട്ടുണ്ടെന്നാൽ അതിനെ കൂടി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ ഒരാൾ ഹസീമോലിൽ ഒരു വാർത്ത കേൾക്കുകയാണ്. വിഷമാൽ നദീന്ന് സുദർ ഹസീമോല മദനിയിൽ കുബ്ബ പള്ളിയിൽ ആക്കി നേരാം. അസ്കർ ബനി അമറിൽ നിണ്ടൊരു വാർത്ത അറിവാനിബിനുൽ ഖാത്തിബോരെ വിടുത്ത. ഹസീമോൽ എന്നൊരാൾ അവിടെ ഒരു നേർച്ചയാക്കിയിട്ടുണ്ട് ഒരു ഒട്ടകത്തിന്. അപ്പോൾ അതിനെ കൂടിയും കൂട്ടിക്കോളിയും പറഞ്ഞിട്ട് ഇവർ അതിനെ പിടിക്കാൻ പോയി. പിടിക്കാൻ പോയപ്പോൾ എന്താ ഉണ്ടായിരുന്നത്? ഒട്ടകത്തിന് ആളെ കയറ്റി പരിചയമല്ല, ഒട്ടക കുട്ടിയാ നീർച്ചത്താക്കിയല്ലേ. ഇവരെല്ലാവരും കൂടിയും ബൈക്കിൽ കയറിയ മൈക്ക് അതിൻ്റെ പുറത്ത് കയറിയപ്പോൾ അത് തല കുത്തി എല്ലാം കൂടിയിട്ടാണ് കുറഞ്ഞ് അത് പുറത്തേക്ക് കിട്ടും. അതാണ് ഇവിടെ പറയുന്നത്. വൈദ്യര് പറയാണ്, കവി മൊയ്ൻകുട്ടി വൈദ്യര് പറഞ്ഞ വിട്ടൊട്ടകത്തിന് പുറത്തുനിന്ന് താനേ വിരറുകൾ ഹവാത്തും ഹരീസും വീണേ വെട്ടേ മുറി സിദ്ധത്തായേ അതിറാൾ വിരിത്താർ അവരെയും ആക്കി അതിറാൽ. ഒട്ടകത്തിൻ്റെ മേലെ കയറിയപ്പോൾ അത് കൊത്തി വീണു. അപ്പോൾ രണ്ടെണ്ണത്തിന് മുറിവും പറ്റി. അപ്പോൾ ബാക്കി എത്ര ആളുണ്ട് അവരവിടെ കിടന്ന് വീണു. അവിടെ കിടന്ന് മുറിവായി. മുറി കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കിടന്നിട്ട് അവരിങ്ങനെ മുറി ഇവരെ നോക്കാനും ആൾ വേണ്ടേ. അപ്പോൾ അവിടുന്ന് പോരാനും പറ്റില്ല, ആകെ കുടുങ്ങി കിടക്കുകയാണ് ഇപ്പോൾ. അപ്പം അവിടെ രണ്ടാളപ്പം എത്ര ആൾ ഈ 310 കുറഞ്ഞു നോക്കണം കേട്ടോ. 310 ആളെത്ര കുറയുന്നുണ്ട് നോക്കണം. എന്നിട്ട് അവിടെ കൂലി എല്ലാവർക്കും ഒരുപോലെ കിട്ടും. അനീമത്ത് കൂലി ഫലായിൽ കെറി പൊരുതും സഹാബറുകൾ പോലെ എട്ടാളിലും പിൻ അരുൾ ചെയ്ത് എണ്ടതിൽ വിൻ റാബി കൂറുന്ന് ബാഹാം. 8 ആളപ്പം തന്നെ കുറഞ്ഞു. കാരണം ഒരാളെ വീട് നോക്കാനാക്കി. കുട്ടിയായുടെ കൂടെ ഒരാൾ പോയി, 2 ആയില്ല. ഒട്ടകത്തിൻ്റെ പുറത്ത് 2 ആൾക്ക് വയ്ക്കുക, 2 ആളെ നോക്കാം. അപ്പം 4ഉം 2 6ആയി. 2 ആളെ പെറുക്ക് കിട്ടും, പേർച്ചക്ക് കിട്ടുന്നു. 8 ആളായിരുന്നു പോയി. ഇങ്ങനെയാണ് ഇതിൻ്റെ കഥ. ഇനി വരുന്ന അടുത്ത് പുറപ്പെടുന്ന രംഗമാണ് ബദറുൽ ഹുദ യാസീൻ്റെ, അറിയാം. അപ്പം അത് അടുത്ത ചാനലിലുണ്ടാവും. അതിവിടെ വരുന്നത് നബിയും ബദറുൽ ഹുദ യാസീൻ നബി ഹറജ നേരം വളർകൊടി മുണ്ടും കെട്ടിയിടേ. അതിൻ്റെ അടുത്ത വീഡിയോയിൽ ഇടാം. അസ്സലാമു അലൈക്കും.